അതായത് കൊച്ചിലെ സംഗീതം പഠിക്കാൻ തുടങ്ങി. അപ്പോൾ സംഗീതമായിരുന്നു മനസ്സ് നിറയെ. അങ്ങനെ എൻ്റെ മനസ്സിൽ അന്ന് എം.എസ്. സുബ്ബലക്ഷ്മിയെ പോലെ പാട്ടുകാരിയാകണം. അപ്പോൾ എവിടുന്നാണ് എം.എസ്. സുബ്ബലക്ഷ്മിയുടെ പാട്ടുകളൊക്കെ കേൾക്കുന്നതെന്ന്? എവിടെ അമ്പലങ്ങളിൽ ക്ഷേത്രങ്ങളിൽ കച്ചേരി ഉണ്ടെങ്കിലും അച്ഛൻ കൊണ്ടുപോകുമായിരുന്നു. വലിയ വലിയ ആൾക്കാരുടെ കച്ചേരിക്കൊക്കെ കൊണ്ടുപോകും. പിന്നെ 5 വയസ്സ് മുതൽ പഠിക്കാൻ തുടങ്ങി സംഗീതം. ഒരുപാട് ഗുരുക്കന്മാരുടെ കൂടെ. അവസാനം LPR വർമ്മയുടെ കൂടെ പഠിച്ചു. വെച്ചൂർ ഹരിഹര സുബ്രഹ്മണ്യ അയ്യർ, അങ്ങനെ അവരൊക്കെ അന്നത്തെ വലിയ ആൾക്കാരായിരുന്നു. 11ാമത്തെ വയസ്സിൽ അരങ്ങേറി. പിന്നെ ഒരിക്കൽ തിരുനക്കര കോട്ടയത്ത് അമ്പലത്തിൽ വന്ന് അന്നാണ് ആദ്യമായിട്ട് പുള്ളിക്കാരിയെ കാണുന്നത് ഞാൻ. വൈരമൂക്കുത്തിയും പട്ടുസാരിയും ഒക്കെ പൊതിച്ച് തലനിറയെ പൂവൊക്കെ വെച്ച് ഞാനിങ്ങനെ അന്തം വിട്ടു നോക്കിക്കൊണ്ടിരുന്നു. അപ്പം എൻ്റെ മനസ്സിലുള്ളത് ഞാനും ഇതുപോലെ ഒരിക്കൽ വലിയ പാട്ടുകാരിയായി പട്ടുസാരി ഉടുത്ത് മുടിയൊക്കെ വൈരമൂക്കുത്തിയും കമ്മലും ഒക്കെ ഇട്ടിരുന്ന് പാടും. ഇത് മാത്രമായിരുന്നു എൻ്റെ ആഗ്രഹം, വേറെ ഒന്നും ഉണ്ടായിരുന്നു.